ഇത് കേവലം ഒരു ലക്ഷ്മി നായരെ മാറ്റുന്നത് കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. ലക്ഷ്മി നായർ എന്ന് പറയുന്നത് ഒരു വിഷവൃക്ഷത്തിൻ്റെ പൂവോ കായോ മാത്രമാണ്. വിഷവൃക്ഷമാണ്, വൃക്ഷത്തിൻ്റെ തന്നെയാണ് തകരാറ്. അത് കടവച്ച് പിഴുത് അവിടെ സൾഫ്യൂരിക് ആസിഡോ നൈട്രിക് ആസിഡോ ഒഴിച്ച് ശക്തിപ്പെടുത്തണം. സർക്കാരിൻ്റെ സ്ഥലം ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്താക്കി മാറ്റുന്നത്, അത് തറവാട്ട് മുതൽ പോലെ അല്ലെങ്കിൽ ശ്രീമാൻ നാരായണൻ നായർക്ക് സ്ത്രീധനം കിട്ടിയ മുതൽ പോലും ഉപയോഗിക്കാനുള്ളതല്ല. 11.5 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപ വില പതിക്കുന്ന വസ്തുവാണ്. അത് എനിക്കും നിങ്ങൾക്കും ഈ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന കുട്ടികൾക്കും അവകാശപ്പെട്ട മുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഭൂപരിഷ്കരണ നിയമവും അതുപോലെ സർക്കാർ കുത്തകപ്പാട്ടത്തിന് കൊടുത്ത സ്ഥലം സർക്കാർ വീണ്ടെടുക്കണം. ലോ അക്കാഡമി, ലോ കോളേജ് കേരള സർക്കാർ ഏറ്റെടുത്ത് ഒരു മാതൃകാ സ്ഥാപനമാക്കി മാറ്റണം. ഇത് ലക്ഷ്മി നായർ എന്ന് പറയുന്നത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു മഞ്ഞുകട്ടയുടെ പുറമേക്ക് കാണുന്ന ഭാഗം മാത്രമാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സിൻ്റെ സംസ്ഥാന സമ്മേളനം ഈ കഴിഞ്ഞ 2 ദിവസം കൊല്ലത്ത് വെച്ച് നടക്കരുത്. അതാണ് ഞങ്ങൾ ഇത്രയും വൈകിയത്. അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ എത്തുമായിരുന്നു. അപ്പോൾ മിനിങ്ങാന്ന് ഞങ്ങൾ തീരുമാനിച്ചു, മിനിങ്ങാന്ന് വൈകുന്നേരം 5 മണിക്ക് സമ്മേളനം അവസാനിക്കുമ്പോൾ അവസാനമെടുത്ത തീരുമാനം ഇന്നലെ വൈകുന്നേരം 8 മണിക്കുള്ളിൽ സമരം തീരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്നിവിടെ വരും എന്നാണ്. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ചാലക്കുടിയിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഇത്രയും ദൂരം താണ്ടി വന്നത് ഈ സമരത്തിൻ്റെ ഐതിഹാസിക സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ്. ഇതിനെ കേവലം ഒരു ക്യാമ്പസ് സമരമാക്കി ചെറുതാക്കി കാണിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരിപ്പോൾ ആ കൊടിയും കുറ്റിയും പെഴുതി ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഞാൻ ഈ കുട്ടികളെ, അവരും കുട്ടികളാണ്, പാവങ്ങൾ, എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുകയില്ല. അവരല്ല, അവരെ കൊണ്ട് വേറെ ചില ആളുകൾ ചെയ്യിക്കുന്നത്. ചാടിക്കളിയുടെ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ചില ആളുകളാണ്. സത്യത്തിൽ അവരോട് സഹതപിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കൈയടിക്കല്ലേ, നിങ്ങൾ സഹതപിക്കുക. അവർ ഇത്ര ദിവസം സമരം ചെയ്തത് എന്തുകൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ. അവരുടെ സ്വഭാവം അനുസരിച്ച് സമരത്തിൻ്റെ 3ാമത്തെ യാമത്തിൽ തന്നെ പിന്മാറേണ്ടവരാണ്. ഇപ്പോൾ ഈ സമരത്തിൻ്റെ കൂടെ ഈ സമരത്തെ എതിർക്കുന്നവരാരൊക്കെയാണ്, സമരത്തെ അനുകൂലിക്കുന്നവരാരാണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. ഇവിടെ KSUക്കാർ സമരമുണ്ട്, AISFകാർ സമരമുണ്ട്, ABVPക്കാർ സമരമുണ്ട്. ഇവരൊക്കെ രാഷ്ട്രീയമായിട്ട് വിവിധ ചേരികളിൽ നിൽക്കുന്നവരല്ലേ. ഏതെങ്കിലും തരത്തിൽ പൊരുത്തപ്പെടുന്നവരാണ്. MSFകാരും ABVPക്കാരും തമ്മിൽ പൊരുത്തപ്പെടുക എന്നുള്ള എവിടെയെങ്കിലും കേട്ടു. പക്ഷേ എല്ലാവരും വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ പൊതുവായ താല്പര്യങ്ങളുണ്ട്, പൊതുവായ അവകാശങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ സമരം ചെയ്യുന്നത്. ഇവിടെ സമരം ചെയ്യുന്ന എല്ലാ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. രാഷ്ട്രീയമായിട്ട് നമുക്ക് വളരെ വിയോജിപ്പുള്ള ആളാണ് ശ്രീ മുരളീധരൻ. മുരളീധരനെ ഞാനിന്ന് ആദ്യമായിട്ട് കാണുന്നു. ആദ്യമായി ഒരാളെ കാണുന്നത് സത്യാഗ്രഹ പന്തലിൽ, അതും അനിശ്ചിതകാല സത്യാഗ്രഹ പന്തൽ വെച്ച് കാണുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ള കാര്യം. ആ ഒരു സങ്കടവും ഞാൻ അനുഭവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനത് പറഞ്ഞു, സമ്മിശ്ര വികാരങ്ങളോട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നിങ്ങൾ ഇവരോടൊപ്പം ഉറച്ചു നിൽക്കണം. ഈ കുട്ടികൾക്ക് നാളെയും സമരം ചെയ്യാനുള്ള പിന്തുണ നിങ്ങൾ നൽകണം. ഈ സന്ദർഭത്തിൽ വലിയൊരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് പറയാനുള്ളത് മുതിർന്നവരോടാണ്, രക്ഷകർത്താക്കളോടാണ്, നാട്ടുകാരോടാണ്. ഈ കുട്ടികൾ ഇവർ ജീവിതത്തിൻ്റെ തീച്ചൂട് അനുഭവിക്കാത്തവരാണ്, അല്ലെങ്കിൽ അനുഭവിക്കാൻ തുടങ്ങുന്നതും. വലിയ പരീക്ഷണങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഈ ലോ അക്കാഡമി നടത്തിപ്പുകാരനായ നാരായണൻ നായരുടെ രാഷ്ട്രീയ സ്വാധീനം ചെറുതല്ല. എല്ലാവർക്കും അറിയാം. പത്രസ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം ചെറുതല്ല. നിയമ കേന്ദ്രങ്ങളിൽ, ഹൈക്കോടതിയിലും ജുഡീഷ്യറിയിലും, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അദ്ദേഹത്തിനുള്ള സ്വാധീനം ചെറുതല്ല. ഇതിനൊന്നും നിങ്ങൾ കുറച്ച് കാണരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഇത് പറഞ്ഞു. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് വലിയ ശക്തികളോടാണ്, ഇരുട്ടിൻ്റെ വലിയ ശക്തികളോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. യുദ്ധത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ചില ആളുകൾ ഉടനെ തന്നെ നിങ്ങളെ പാലം വലിക്കും. ഞാനത് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്നേക്ക് മുമ്പ് സംഗതി സത്യമല്ലേ. ഞാൻ വലിയ പ്രവാചകരായതുകൊണ്ടല്ല, ഞാൻ ഈ രാജ്യത്ത് അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട്. ഈ ലോ അക്കാഡമി, ലോ കോളേജ്, ഞാനിന്ന് ആദ്യമായിട്ടാണ് പേരൂർക്കടയിൽ വരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ആകെ 5-6 പ്രാവശ്യം വന്നു. തിരുവനന്തപുരം എനിക്ക് വലിയ പരിചയമുള്ളത് സ്ഥലം. ആകെ പരിചയമുള്ളത് സെക്രട്ടേറിയറ്റും പിന്നെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഇരിക്കുന്ന MN സ്മാരകവും മാത്രമാണ്. വേറെ ഒരു സ്ഥലം എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, വഞ്ചൂർ കോടതിയിൽ ഞാൻ വന്നിട്ടില്ല, എനിക്കറിയില്ല വഞ്ചൂർ കോടതി എവിടെ. ഞാൻ പറയട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ലോ അക്കാഡമി, ലോ കോളേജ് എന്ന സ്ഥാപനത്തെ ഞാൻ ദൂരെ നിന്നാണെങ്കിലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ രീതികൾ വേറെയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾക്കൊരു കത്തോലിക്ക മാനേജ്മെൻറ്റോട് സമരം ചെയ്യാം, NSS മാനേജ്മെൻറ്റിനോട് സമരം ചെയ്യാം, SN ട്രസ്റ്റ് കോളേജിനോട് സമരം ചെയ്യാം. പക്ഷേ അതുപോലെയല്ല, ഇത് വേറെ ഒരു അണ്ടർവേൾഡ് പരിപാടിയാണ്. അധോലോക ശക്തികളാണ്. നിങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചു കാണിക്കുന്ന ആളുകൾ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കഴുത്തറക്കാൻ മടിക്കാത്തവരാണ്.
കുട്ടികളെ ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കുകയല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ ആരൊക്കെയാണ്, നിങ്ങളുടെ മിത്രങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ സമരം നിങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. രക്ഷകർത്താക്കളോട്, നാട്ടുകാരോട്, മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾക്ക് നിങ്ങൾ താങ്ങായും തണലായും നിൽക്കണം. ഒരു അഭിഭാഷക സംഘടനയുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞാനും എൻ്റെ സഹപ്രവർത്തകരും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.